ഇന്ന് നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളത് മറാൻസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ സിനിമ 30 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് 11.4 ചാനൽ AV റിസീവറാണ്. അതേപോലെ തന്നെ 13.4 പ്രോസസ്സിംഗ് ഉള്ള ഒരു ആംപ്ലിഫയറാണ്. AV ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറാൻസിൻ്റെ തന്നെ പഴയ മോഡലായ SR8015 എന്ന് പറഞ്ഞ മോഡലിൻ്റെ അപ്ഗ്രേഡ് ചെയ്ത് വന്ന വേർഷനാണ് സിനിമ 30 എന്ന് പറഞ്ഞ മോഡൽ. ഇതിൻ്റെ താഴെയുള്ള മോഡലായ സിനിമ 40, അതേപോലെ തന്നെ സിനിമ 50, സിനിമ 60, സിനിമ 70 ഇത്രയും മോഡലുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിലേറ്റവും ബേസ് മോഡലായത് സിനിമ 70 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൽ ഡോൾബി അറ്റ്മോസ്, DTS-X, IMAX എൻഹാൻസ്ഡ്, അതേപോലെ IMAX DTS, ഓറോ 3D തുടങ്ങിയിട്ടുള്ള സൗണ്ട് ഫോർമാറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഡോൾബി വിഷൻ, 8K വീഡിയോ തുടങ്ങിയിട്ടുള്ള വീഡിയോ ഫോർമാറ്റുകളും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡിറാക്ക് റൂം കാലിബ്രേഷൻ ഇതിൽ ബിൽറ്റിൻ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ലൈസൻസോട് കൂടിയല്ല വരുന്നത്, നമ്മളത് അഡീഷണൽ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു $300 അടുത്ത് വരുന്നതാണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത്, വൈഫൈ, ഹിയോസ് തുടങ്ങിയിട്ടുള്ള വയർലെസ് കണക്ടിവിറ്റികളും ഇതിൽ വരുന്നുണ്ട്. പഴയ മോഡലായ SR8015 നിന്നും നല്ല വ്യത്യാസത്തോട് കൂടിയിട്ടുള്ള ഒരു പുതിയ മോഡലാണ് സിനിമ 30. അവർ സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ ഡിസൈൻ ഒക്കെ ഇതിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ ഡിസൈനുമായിട്ടാണ് ഈ സിനിമ 30 വന്നിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അവർ റിമോട്ട്, അവർ ആൻറ്റിന അതൊക്കെ ഒരു പാക്കേജിൽ അഡീഷണൽ വെച്ചിട്ടുണ്ട്. പഴയതിൽ ഇങ്ങനെയല്ലായിരുന്നു. റിമോട്ട് നല്ല ക്വാളിറ്റിയിലൊരു റിമോട്ടാണ്. പിന്നെ അതേപോലെ ബാറ്ററി കാണാം, പിന്നെ ഒരു യൂസർ ഗൈഡ് കാണാം, പിന്നെ വൈഫൈ, ബ്ലൂടൂത്ത് ആൻറ്റിനകൾ വരുന്നുണ്ട്. അതേപോലെ ഒരു ഒഡീസി കാലിബ്രേഷൻ മൈക്കും ഒരു പവർ കോഡും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ആക്സസറീസ് ആയിട്ട് വരുന്നത്. റിമോട്ട് നല്ല നീളം കൂടിയിട്ടുള്ള ഒരു റിമോട്ടാണ്. SR8015 ഇത്ര നീളം വരുന്നില്ലായിരുന്നു. അതേപോലെ തന്നെ കുറച്ചും കൂടെ നല്ല പ്ലാസ്റ്റിക്കാണ്, ഹാർഡായിട്ടുള്ളൊരു പ്ലാസ്റ്റിക്കാണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. പഴയ റിമോട്ട് കുറച്ച് മോശമായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. ഇതൊന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത്. പുതിയ ഡിസൈനാണ്. സൈഡൊക്കെ ഒരു നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഫ്രണ്ടിൽ 2 നോബുകൾ, ഒന്ന് സോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നോബും അതേപോലെ ഒന്ന് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബുമാണ്. അതേപോലെ ഇവിടെ ഒരു ഷട്ടർ വരുന്നുണ്ട്. റൗണ്ടിൽ കാണുന്നതാണ്, സെൻറ്ററിൽ കാണുന്നതാണ് അതിൻ്റെ റൗണ്ടിൽ വരുന്ന ഡിസ്പ്ലേ ആണ്. പിന്നെ അതേപോലെ തന്നെ താഴത്തൊരു ചതുരത്തിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ട്. ബാക്കി നാവിഗേഷൻ മെനുകൾ, കാര്യങ്ങൾ, റിമോട്ടിൽ വരുന്ന എല്ലാ കീകളും നമുക്ക് മാനുവലായിട്ട് എടുക്കാൻ പറ്റുന്ന കീകളും ഇതിൽ അവർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് എക്സ്റ്റേണൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ജാക്കാണ്. ഇത് നാവിഗേഷൻ ബട്ടണുകളാണ് വരുന്നത്. അതേപോലെ ഇത് USB പവർ ഔട്ട് വരുന്നതാണ്. ഇത് ഒഡീസി കാലിബ്രേഷൻ മൈക്ക് കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ്. പിന്നെ ഇതെല്ലാം നമുക്ക് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു ബട്ടൺസുകളാണ്. പിന്നെ ഒരു പവർ ബട്ടണുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ വരുന്നത്. ഈ മോഡൽ മറാൻസിൻ്റെ തന്നെ ജപ്പാനിലുള്ള ഒരു ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ താഴെയുള്ള സിനിമ 40 എന്ന് പറഞ്ഞ മോഡലും മെയ്ഡ് ഇൻ ജപ്പാനായിട്ടാണ് വരുന്നത്. അതിൻ്റെ താഴെ വരുന്ന മോഡലുകളെല്ലാം മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പഴയൊന്നും കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് പാനൽ എന്ന് പറയുന്നത്.
ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്ന ഈ പോർട്ടാണ് വൈഫൈ ബ്ലൂടൂത്ത് ആൻറ്റിനകൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണത്. അതേപോലെ കോയാക്സിയൽ ഡിജിറ്റൽ ഇന്ന് വരുന്നതാണിത്, 2 പോർട്ട് വരുന്നത്. അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നത് ഒപ്റ്റിക്കൽ ഇൻപുട്ടുകളാണ്, ഡിജിറ്റൽ ഇൻപുട്ടുകളാണത്. പിന്നെ അതേപോലെ ഒരു എതർനെറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. ഇത്രയും ഭാഗം കംപ്ലീറ്റ് 8K HDMI ഇൻപുട്ടുകളാണ്. നമുക്ക് മീഡിയ, ബ്ലൂറേ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ 3 പോർട്ടുകളാണ് HDMI ഔട്ട് എന്ന് പറയുന്നത്. അതിൽ മെയിൻ HDMI പോർട്ട് 8K ആണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു HDMI പോർട്ടും 8K ആണ്. ഒരു പോർട്ട് മാത്രം 4K ആണ്. ഇത് കംപ്ലീറ്റ് നമുക്ക് CD, DVD, ബ്ലൂറേ തുടങ്ങിയിട്ടുള്ള പഴയ ഡിജിറ്റൽ ഇൻപുട്ടുകളാണ് വരുന്നത്. ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ പ്രീ ഔട്ട് എന്ന് പറയുന്നത്. അതിൽ 4 സബൂഫർ ഔട്ട് വരുന്നുണ്ട്. അതേപോലെ 2 സോൺ 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 പോർട്ടുകളും അഡീഷണലായിട്ട് വരുന്നുണ്ട്. ടോട്ടൽ 13.4 സബൂഫർ ഔട്ടും 13 സ്പീക്കർ ഔട്ടും വരുന്നതാണ്. പിന്നെ ഇത് പഴയ കണക്ടിവിറ്റി, DVD സംഭവങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ആരും കാര്യമായിട്ട് യൂസ് ചെയ്യാത്തൊരു സംഭവമാണ്. അതേപോലെ ബാക്ക് സൈഡിൽ നമുക്കൊരു USB പവർ ഔട്ട് കാണാം. 5 വോൾട്ട് 1 ആംപിയറിലുള്ള ഒരു പവർ ഔട്ട് വരുന്നതാണ്. അതേപോലെ ഇത് ഓഡിയോ ഇൻപുട്ട് വരുന്നതാണ്, ഫോണോ ഇൻപുട്ടാണ്. ഇത് സിഗ്നൽ ഗ്രൗണ്ട് കൊടുക്കാനുള്ളതാണ്. അതേപോലെ ഇത് DC ഔട്ട് വരുന്നതാണ്. നമുക്ക് ട്രിഗർ ഔട്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പവർ ഔട്ടാണത്. അതേപോലെ ഇത് IR ഇന്നാണ്, ഫ്ലാഷറായിട്ട് വരുന്നതാണ്. ഇത്രയും ഭാഗമാണ് നമുക്ക് സ്പീക്കർ ടെർമിനലായിട്ട് വരുന്നത്. അതേപോലെ അതിൽ 2 സോൺ 2 വരുന്നുണ്ട് അഡീഷണലായിട്ട്. ഇത് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ റിയർ പാനലിൽ വരുന്നത്. അതേപോലെ തന്നെ ഇതിന് ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റഡി ആയിട്ടുള്ളൊരു പവർ ഇതിന് നമുക്ക് കിട്ടുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ മെറാൻസ് സിനിമ 30 കുറിച്ച് പറയാനുള്ളത്. പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 6,49,900 ആണ്. ഇതിൽ നല്ലൊരു പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട്. ഈ റേറ്റ് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റേറ്റ് അറിയാനും പ്രോഡക്റ്റ് വാങ്ങാനും ഷോറൂം സന്ദർശിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.